ഒരു 1 ഇയറിൽ ഇത്രയും വലിയ ഒരു രീതിയിലേക്ക് ഈ ബിസിനസ് വളരുമ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. 1 ഇയറിനകത്ത് ഇത്രയും വലിയൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ബട്ട് സ്റ്റിൽ 5000 രൂപ ഞാൻ 5000 രൂപ അവൻ 5000 രൂപ 10,000 റുപ്പീസ് ആണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. 1 ഇയറും ഒരു 2 മന്ത്സും ആയിട്ടുള്ളൂ. ഞങ്ങൾ അറൗണ്ട് ഒരു 9 crore അടുപ്പിച്ച് ഞങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ട്. ആദ്യം നിങ്ങളുടെ രണ്ടുപേരിൽ ആരാ ഫസ്റ്റ് ഇങ്ങനെ പറയാം എടാ നമുക്കൊരു ബിസിനസ് തുടങ്ങാം അങ്ങനെ പറഞ്ഞ ആരാ? ചേട്ടനാണോ? ഞാനാണ് പറയുന്നത്. ഓക്കെ. ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് നടത്തി പൊട്ടിയിരിക്കുകയാണ്. സ്റ്റിൽ നമ്മളിത് തന്നെ ചൂസ് ചെയ്തതിന്റെ കാര്യം എന്തായിരുന്നു? കൊല്ലത്തെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരു ഗസ്റ്റിൻ്റെ ആയാലും ഏതൊരു ആരുടെ മുമ്പിലും കൊണ്ടുവച്ചാലും ആര് കഴിച്ചാലും അതിന് ഒരു നോ എന്നൊരു ആൻസർ എവിടെ നിന്നും കിട്ടത്തില്ല. കൊല്ലത്തിന്റെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റും കൂടെ അല്ലേ ക്യാഷ്. നമുക്കൊരു കൊല്ലത്തിന്റെ ഒരു ഇമോഷൻ സെല് ചെയ്യണമെന്ന് നമുക്കുണ്ടായിരുന്നു. ഹായ് ഹലോ നമസ്കാരം. ജാങ്കോ ബിസ്റ്റോക്കിൻ്റെ പുതിയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു 5 വർഷത്തെ മലയാളികളുടെ ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഹെൽത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു കൺസേൺ ആണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഓരോ മീലിൻ്റെയും കാലോറീസ് കൗണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഓരോ മീലിലും കുറേ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ടുള്ള കാര്യമാണ് നട്ട്സും സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ 2 പേരും ഈ പറയുന്ന നട്ട്സും സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം സെല്ല് ചെയ്ത് കഴിഞ്ഞ 1 ഇയറിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള 2 പേരാണ് എന്നോട് ജോയിൻ ചെയ്യുന്നത്. അലമീനും ഫവാസും. വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇവർ 2 പേരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇവർക്കൊരു ഷോപ്പുണ്ട്, ഒരു ബിസിനസ് ഉണ്ട്. നിങ്ങൾ തന്നെ ആ ചേട്ടൻ തന്നെ പറഞ്ഞു, ആ പേര് പറയുന്ന ഒരു പവർ പാക്ക് എനർജിയിലാണല്ലോ പറയുന്നത്, അങ്ങനെ തന്നെ പറഞ്ഞു. ആൽഫ കൊയിലോൺ കാഷ്യൂസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്. ആൽഫ കൊയിലോൺ കാഷ്യൂസ്. അതെ, കഴിഞ്ഞ ഒരു 1 ഇയറിൽ ഇത്രയും വലിയ ഒരു രീതിയിലേക്ക് ഈ ബിസിനസ് വളരുമ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ അനുസരിച്ച് ഇത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനീഷ്യലി കിട്ടിയ ഒരു പുള്ളുണ്ട്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനീഷ്യലി നമ്മൾ ആ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് കൊടുത്തു തുടങ്ങിയ സമയത്ത് നമുക്ക് ഇനീഷ്യലി കിട്ടിയ ഒരു പുള്ളുണ്ട്. ആ പുള്ളിൽ പിടിച്ച് കയറുമായിരുന്നു നമ്മൾ. അപ്പോൾ ആ ഒരു 1 ഇയറിനകത്ത് ഇത്രയും വലിയൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ബട്ട് സ്റ്റിൽ സന്തോഷമുണ്ട് പോകുന്നതിൽ. ഓക്കെ. അപ്പോൾ 2 സുഹൃത്തുക്കൾ ചേർന്നാട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? കാര്യം ഇപ്പം കാഷ്യൂ ബിസിനസ് ഒക്കെ പറയുന്നത് ഇപ്പോൾ കൊല്ലം ആകുമ്പോഴത്തേക്ക് പലരും കോമൺ ആയിട്ട് തോന്നും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഒരുപാട് കൺസേൺ ഉണ്ടാവും. ഇത് നമ്മൾ എടുക്കണോ? ഇതിൽ കൊല്ലം ആകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ബിസിനസ് ആകുമ്പോൾ തന്നെ നല്ല കോമ്പറ്റീഷൻ വരും എന്നൊക്കെ ചിന്തിക്കുമല്ലോ. സ്റ്റിൽ നമ്മളിത് തന്നെ ചൂസ് ചെയ്തതിൻ്റെ കാര്യം എന്തായിരുന്നു? കൊല്ലത്തെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരു ഗസ്റ്റിൻ്റെ ആയാലും ഏതൊരു ആരുടെ മുമ്പിലും കൊണ്ടുവച്ചാലും ആര് കഴിച്ചാലും അതിന് ഒരു നോ എന്നൊരു ആൻസർ എവിടെ നിന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് പല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യണം, നിങ്ങൾ ക്യാഷ് ഒന്ന് ഗിഫ്റ്റ് ആയിട്ടൊന്ന് ചൂസ് ചെയ്ത് നോക്കിയാൽ അതിന്റെ പവർ വേറെ തന്നെ. അപ്പം നല്ലൊരു ക്യാഷ് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ആ കൊടുത്ത ആളെ മറക്കത്തില്ല, ആ കഴിച്ച ക്യാഷും മറക്കത്തില്ല. എവിടെ നിന്നാണോ കൊണ്ടുപോയത് നിങ്ങൾക്ക് തന്നെ പ്രശ്നമാവും. തിരിച്ച് അവിടെ നിന്ന് തന്നെ തിരിച്ച് 1 കിലോ മേടിച്ച് കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾ പോയ കാര്യം നടക്കും. ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്, ഈ ക്യാഷ് പോലത്തെ സാധനങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് 100% കോൺഫിഡൻസ് ആയിരുന്നു ക്യാഷ് ചൂസ് ചെയ്യാന്നുള്ളത് അല്ലേ. പിന്നെ കൊല്ലത്തിന്റെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റും കൂടെ അല്ലേ ക്യാഷ്. നമുക്കൊരു കൊല്ലത്തിന്റെ ഒരു ഇമോഷൻ സെല് ചെയ്യണമെന്ന് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഈ ക്യാഷ് നട്ട്സ് ഇപ്പം നല്ല കൊല്ലത്ത് നിന്നുള്ള ട്രഡീഷണൽ ക്യാഷ് നട്ട്സ് വേണമെങ്കിൽ ഒന്നെങ്കിൽ കൊല്ലത്ത് വരണം, അല്ലെങ്കിൽ ഈ ക്യാഷ് നട്ട്സ് കിട്ടുന്ന ഷോപ്പുകളിൽ പോയി മേടിക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ നമ്മളൊരു സൊല്യൂഷനാണ് അവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത്. അത് നമുക്ക് ഇപ്പം ആര് ഓർഡർ ചെയ്താലും കൊല്ലത്ത് നിന്ന് ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തോട്ടും ഏതൊരു വീട്ടിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നമുക്കുണ്ട്. നമ്മൾ അത് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് അങ്ങനെ ഒരു സൊല്യൂഷൻ കൊല്ലത്തില്ലായിരുന്നു തന്നെ പറയാം. കൊല്ലം ആ ഒരു ബിസിനസ് രംഗത്ത് ഇല്ലായിരുന്നു തന്നെ. ഞങ്ങൾ ആ ഒരു സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തു. ആ ഒരു സൊല്യൂഷൻ വർക്ക് ചെയ്തു. ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുമ്പോഴും അവർ പറയുന്നുണ്ട്, കുറെ പേര് നിങ്ങളുടെതല്ലാണ്ട് ഇപ്പൊ കുറെ ക്യാഷ്യൂസ് അല്ലാണ്ട് വരുന്നുണ്ട്. കൊല്ലത്ത് ഒരുപാട് ക്യാഷ്യൂസ് ഉണ്ട്. നിങ്ങളെ കണ്ട് വേറെ ഒരുപാട് ആൾക്കാർ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി മുന്നേ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്ത് ഇതുപോലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനെ സെല് ചെയ്യുന്നവരുണ്ടായിരുന്നോ എന്നറിയില്ല. സ്റ്റിൽ ഞങ്ങൾ ആ ഒരു സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇനീഷ്യൽ പുള്ള് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. നിങ്ങൾ അവർക്കും കൂടെ ഒരു മാർഗം തുറന്നു കൊടുത്തു. ആ രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ യൂസ് ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേറെ ഒരുപാട് പേര്
പേര് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. കൊല്ലത്തുള്ളവരും കോഴിക്കോടുള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ്. നമ്മുടെ പ്ലാൻ അവിടെ സക്സസ് ആയതുകൊണ്ടാണല്ലോ, നമ്മുടെ സ്ട്രാറ്റജി സക്സസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്തുനിന്ന് വിട്ടുപോയി ഈ നോർത്ത് സൈഡിലോട്ടൊക്കെ സെറ്റിലായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഗുജറാത്ത് അങ്ങനെയുള്ള അപ്പൊ അവരിത് കഴിച്ചിട്ട് അവർ പഴയ കൊല്ലത്തിന്റെ കാഷ്യൂന്റെ ടേസ്റ്റ് ഒക്കെ അവർക്ക് അറിയാം. അപ്പൊ അവർ കഴിച്ചിട്ട് നമുക്ക് തരുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടി, സാധനം കിട്ടി. അല്ല, ശരിക്കും നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഗ്രോത്ത് സ്റ്റേജിലാണല്ലോ. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് അവരുടെ അടുത്താണോ നല്ലത്, വേറെയാണോ നല്ലത്, നമുക്ക് നോക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ സ്ഥലത്ത് നിങ്ങളുടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ നല്ലൊരു പോസിറ്റീവ് പറഞ്ഞുതരാം. ചേട്ടൻ്റെ പ്രസന്റേഷൻ ആദ്യം തന്നെ ഇങ്ങനെ വന്നിട്ട് ലോകത്തിലെ, കേരളത്തിൽ ഇന്ത്യയിലൊന്നുമല്ല, ലോകത്തിൽ ഇത്രയും ടേസ്റ്റ് ഉള്ള കാഷ്യൂനട്ട് അത് ഞങ്ങളുടെയാന്ന് പറയുമ്പോൾ നമ്മൾ എന്നത് നമുക്കൊന്ന് കഴിച്ചു നോക്കണമല്ലോ നമുക്ക് തോന്നും. ആ ഒരു പ്രസന്റേഷൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്, അതും നമ്മൾ പറയണമല്ലോ. ഓക്കെ, എന്തായാലും നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു, നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തു, ഇതൊക്കെ നമുക്കിപ്പം ഒരു ഏകദേശം ഐഡിയ കിട്ടി. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഈ കോവിഡ് വന്നപ്പോൾ ഞാൻ IT-യിൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് കോവിഡ് വന്നിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു ജിമ്മിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്തപ്പോൾ അവിടെ വേറൊരു ഫ്രണ്ടിനെ കണ്ടു. ആ ഫ്രണ്ട് വിളിച്ചുകൊണ്ട് ഇവർ സഹകരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ മിങ്കിളാവുന്നതും. പിന്നെ മറ്റേ ഫ്രണ്ടിനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ സെറ്റായി. മറ്റേ പുറത്തായോ? പുറത്തായിട്ടില്ല. ഞങ്ങളുടെ ഒരു ബെൽറ്റ് ഉണ്ട്, ഞങ്ങളൊരു പവർ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാരും ഒരുമിച്ച് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോ ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ഇതെല്ലാം ബിൽഡായി വന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ ഈ ബിസിനസ് ഇത്രയും വളർന്നു വന്നതിൽ ഞങ്ങളുടെ ആ ഫ്രണ്ട്സിന്റെ ഒരു ഇൻപുട്ട് ഒരുപാടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ഞങ്ങൾക്ക് പാക്കിങ്ങിനായിക്കോട്ടെ, ഇതിനായിക്കോട്ടെ ഒക്കെ എല്ലാവരും നമ്മളെ കൂടെ നിന്ന് കുറെ പേര്, ഇപ്പൊ ഇന്ന് വന്ന് ഇവര് തന്നെ ആയിക്കോട്ടെ, എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തവരാ. അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലും കൂടെ വളർത്തിക്കൊണ്ടുവന്നാണ്. ഓക്കെ, ആദ്യം നിങ്ങളുടെ രണ്ടുപേരിൽ ആരാ ഫസ്റ്റ് ഇങ്ങനെ പറയാം നമുക്കൊരു ബിസിനസ് തുടങ്ങാം അങ്ങനെ പറഞ്ഞ ആരാ? ചേട്ടനാണോ? ഞാനാണ് പറയുന്നത്. ഓക്കെ, ഓൾറെഡി ഒരു ബിസിനസ് നടത്തി പൊട്ടിയിരിക്കുകയാണ്. അതെന്തായിരുന്നു? അത് ഒരു ക്ലോത്തിങ് ബിസിനസ്. അപ്പം ബിസിനസ് നടത്തി പൊട്ടിയാലും എനിക്ക് ബിസിനസ് തന്നെ ചെയ്യണം, തന്നെ പോകുമല്ലോ നമ്മള്. അപ്പം അങ്ങനെ പോയി വന്നപ്പോഴത്തേക്ക് ആക്ച്വലി എനിക്ക് ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ടെക്നോളജിയും കൂടെ നമ്മള് കൂടെ പിടിച്ചിട്ടേ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തോളം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായപ്പോഴത്തേക്ക് ആക്ച്വലി ഇവന് അതിനെ പറ്റിയുള്ള നല്ല നോളജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ഈ ബിസിനസ് കാര്യങ്ങളെ പറ്റി ഓൾറെഡി നടത്തിയ ഒരു പരിചയമുണ്ട്. എവിടെ സ്പെൻഡ് ചെയ്യണം, എവിടെ സ്പെൻഡ് ചെയ്തുകൂടാ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കും ക്ലിയർ കട്ടാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടും ഏകദേശം ഒരു ട്രാക്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം അങ്ങോട്ടും കൂടെ സംസാരിച്ചു. നമുക്ക് തുടങ്ങാം. എനിക്ക് പണ്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവൻ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇവന്റെ കൂടെ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അന്ന് ഞാനത് പ്രകടിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ പുള്ളി ഇനിയിപ്പോ എപ്പോഴെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ തുടങ്ങാം. ഞാൻ എന്നാലും അവിചാരിതമായി 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇവൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പുറത്തു പോയി. ആ ഒരു മൊമെന്റ് ഒക്കെ ഓർമ്മയുണ്ട്, ഇങ്ങനെ ആദ്യം വിളിച്ച് ചോദിച്ചതൊക്കെ അയാളൊന്നും ഗൾഫിലൊക്കെ പോയായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പെട്ടെന്നൊരു കോളായിരുന്നു. അപ്പൊ എനിക്ക് തീരുമാനിച്ചുറപ്പിച്ചാണൊക്കെ ഫീൽ ചെയ്തു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 2 ഡേയ്സിനകത്ത് വെച്ച് ബിസിനസ് ഞങ്ങള് എന്താ പറയാ ലൈവ് ആക്കാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി. പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് ഒക്കെ ആയി. ഇനീഷ്യലി തന്നെ ആക്ട് ചെയ്തു. ഇനീഷ്യലി ഞങ്ങൾ കണ്ട ആളുകള് സപ്ലയേഴ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങള് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എല്ലാം അടിപൊളിയായിട്ട് കയറിപ്പോയി. ഒരു ട്രഡീഷണൽ ആയിട്ട് കൊല്ലത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരുപാട് ബിസിനസ്, അതായത് ഒരുപാട് കമ്പനികളൊക്കെ ആയിട്ട് പോയി അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ പുള്ളി അവിടെ പോയി കാണുന്നത്. അപ്പൊ പുള്ളി ഞങ്ങൾ ഈ പ്ലാൻ പറഞ്ഞതും പുള്ളി ഒരു പഴയ ഒരു ഗോൾഡ് സിഗരറ്റ് ഒക്കെ വലിച്ച് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങള് പ്ലാൻ ഇങ്ങനെയൊക്കെ വലിച്ച് പറഞ്ഞിങ്ങനെ കേട്ടോണ്ടിരിക്കുക. ആ പറഞ്ഞ് ഞങ്ങൾ പ്രസന്റേഷൻ ചെയ്ത് തീർന്നതും പുള്ളി സിഗരറ്റ് മാറ്റിയിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്ത് സാധനം ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. സിനിമാറ്റിക് സ്റ്റൈൽ മാറ്റി ഞങ്ങൾ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നു, ഇത് കേൾക്കുന്നു. ഞങ്ങൾ ലാപ്പൊക്കെ കൊണ്ട് ഓപ്പൺ ചെയ്ത് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുക, ഇതാണ് ചെയ്യുന്ന പ്ലാനൊക്കെ പറഞ്ഞു. പുള്ളി സിഗരറ്റ് മാറ്റിയിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യും സാധനം ഞാൻ തരാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ആ ഒറ്റ വിശ്വാസത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സെറ്റായി. പുള്ളിയുടെ പരിപ്പ് അടിപൊളിയാണ്. അത് ഐശ്വര്യമായിരുന്നു എന്നൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഇങ്ങനെ ലാപ്പൊക്കെ കൊണ്ട് ഈ പ്രസന്റേഷൻ ഒക്കെ ചെയ്തു. നമ്മൾ ലൈക്ക് ഒബ്വിയസ്ലി കാണിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ആയിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി പറയുന്നത്. ആ ഒരു പ്രോഫിറ്റ് ഇപ്പൊ നിൽക്കുന്നിടത്ത് എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് കാണുന്നത്? ആക്ച്വലി ഒരു 5,000 rupees തുടങ്ങിയ ബിസിനസ് ആണ്. വെറും 5,000 രൂപ. ഞാൻ 5,000 രൂപ, അവൻ 5,000 രൂപ, 10,000 rupees
ആണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. ഇപ്പോൾ ഒരു 1 ഇയറും ഒരു 2 months ആയിട്ടുള്ളൂ. ഞങ്ങൾ അറൗണ്ട് ഒരു 9 crore അടുപ്പിച്ച് ഞങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ട് ഇപ്പൊ. 9 crore ടേൺ ഓവർ ഇപ്പോൾ ഉണ്ട് ഒരു വർഷത്തിൽ. ഓക്കെ. ഇപ്പോഴാണ് ഇത് കറക്റ്റ് ഒരു ബിസിനസ് ഇന്റർവ്യൂ ആയിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാധനമില്ലേ, 2 സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ലൈക്ക് ലിറ്ററലി മീൻ ചെയ്യുന്ന സെന്റൻസ് ആണ് അത്. നിങ്ങൾ 10,000 രൂപ തുടങ്ങിയിട്ട് 9 crore 1-2 കോടിയൊന്നും അല്ല കേട്ടോ, 9 കോടിയിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇത് തന്നെയാണ്. അതും പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പം ഒരുപാട് അഭിപ്രായങ്ങൾ വരാം. 2 ഇൻഡിവിജ്വൽസ് ആണ്, ഒരാളുടെ മാത്രം തോട്ട് പ്രോസസ് അല്ലല്ലോ. അത് ഇത്രയും സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആരാ? അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വരാറില്ല. ഞങ്ങൾ അങ്ങോട്ടും റെസ്പെക്ട് ചെയ്യും. ഞങ്ങള് ഇപ്പം ഇവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ ഓക്കെ പറയും. ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നോ പറയൽ കുറവാ. നിങ്ങൾ അഭിപ്രായം പറയുന്നത് അത്രയും ചിന്തിച്ചിട്ടായിരിക്കും പറയുള്ളൂ. നമ്മുടെ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കമ്പനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പറയുള്ളൂ. അത് നമുക്കറിയാം. കാര്യം അവൻ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. കാര്യം ഇനീഷ്യലി ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത ഞങ്ങളാ. ഇപ്പം ഞങ്ങളിപ്പം ബുക്കിങ്ങിനാണെങ്കിൽ ഞാൻ ബുക്ക് ചെയ്താണെങ്കിൽ ഇപ്പം പാക്ക് ചെയ്യുമായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പാക്ക് ചെയ്യും. അപ്പം ഇതിനകത്ത് വർക്ക് ചെയ്ത ഞങ്ങൾ. അപ്പം ഇതിന്റെ ഒരു അടിസ്ഥാനം മൊത്തം ഞങ്ങളിലൂടെ പോയത്. അപ്പം ഇതിന്റെ എന്ത് ഗ്രോത്തിലാണെങ്കിലും നമുക്ക് ചിന്തിച്ച് നമുക്ക് ഇത് എവിടെ നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ പ്രശ്നം വരുമോ എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. അപ്പോൾ ഒരു തീരുമാനം പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ ആലോചിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ എനിക്ക് നോ പറയാനായിട്ട് ഒരു ഒബ്ജക്ഷൻ കാണില്ല. കാര്യം അവൻ അത്രയും ക്ലിയർലി ചിന്തിച്ചിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ ടെക്നോളജി പരമായിട്ടാണെങ്കിലും ഇപ്പം ഞാനൊരു പുതിയ സാധനം ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ അവൻ തന്നെ പറയും എങ്കിലും എടുത്ത് ഓക്കെ ആണെന്ന് പറഞ്ഞു. നമ്മള് വർക്ക് ചെയ്ത് തുടങ്ങിയ രീതിയിലല്ല ഇപ്പൊ നിൽക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് ആയി, ഒരുപാട് ഓട്ടോമേഷൻസ്. ആദ്യത്തെ ഒരു 6 മാസം എന്ന് പറഞ്ഞാല് ഞങ്ങളെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 12-15 മണിക്കൂറൊക്കെ നിന്ന് വർക്ക് ചെയ്യും ഞങ്ങള്. കണ്ടിന്യൂസ്ലി. നിങ്ങൾക്ക് വേറെ ഒരു പ്രോസസ്സും ഇല്ല. ബുക്ക് ചെയ്യുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, ബുക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഞാനൊരു സ്റ്റഡി ആയിട്ട് ഒരു 9 hours വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഫേമിൽ, വർക്ക് ഫ്രം ഹോം. അതിന് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ അറൗണ്ട് ഒരു 16 hours വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഇനീഷ്യൽ സ്റ്റേജസിൽ. അതായത് ഉറങ്ങുന്നത് വരെ ഞങ്ങള് ആൽഫയിൽ തന്നെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 6 മാസം കണ്ടിന്യൂ. അതിന്റെ റിസൾട്ട് ആണ് അടുത്ത 6 മാസം നിങ്ങൾക്ക് കിട്ടിയതെന്ന്. ഈ ഒരു പേര് അതെന്താ പറയാ, ആൽഫ? ഞങ്ങള് പണ്ടൊരു രാജാപ്പാട്ട് അല്ലേ, ഞാൻ എന്തോ വലിയ സാധനം പറയാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. നാട്ടിൽ മൊത്തമുള്ള പേര് ആൽഫ എന്നുള്ളത്. പക്ഷെ ഞങ്ങള് പേരിട്ടത് അങ്ങനെ അതുകൊണ്ടല്ല. ഞങ്ങള് കുറെ പേര് ഇട്ട് ഇങ്ങനൊന്നും വന്നില്ല. പിന്നെ എന്റെ അല്ലമീന് അല്ലമ്മീന്റെ അല്ലും പിന്നീട് മാറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ മാറ്റണമെന്നൊന്നും. അതിപ്പോ നിങ്ങളുടെ ബ്രാൻഡായി മാറിയല്ലോ. ആൽഫയ്ക്കൊക്കെ ഒന്നും നമുക്ക് അങ്ങനെ ട്രേഡ് മാർക്ക് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആൽഫയ്ക്ക് ഒരുപാടുള്ള ഇഷ്ടം പോലുള്ള പേരാണ്. ഷോർട്ട് നെയിം ഉണ്ട്, ആൽഫ കൊയിലോൺ കാഷ്യൂസ് എന്നാണ് നമ്മുടെ പേര്. അപ്പൊ ആ AQCക്ക് നമ്മള് ട്രേഡ് മാർക്ക് ബ്രാൻഡായിട്ട് വരാൻ പോകുന്നത് AQC. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട്? നിങ്ങൾ രണ്ടുപേരും തുടങ്ങിയെടുത്തുനിന്ന് ഇപ്പൊ? നമുക്കൊരു 20 സ്റ്റാഫിന് അകത്തുണ്ട്. പിന്നെ നമുക്ക് കുറെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് നമുക്ക് കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. GST, മീഡിയ ടീം, വീഡിയോ എടുക്കുന്ന ടീം, ഒരുപാട് പേരുണ്ട്. ഓക്കെ. ഞാനിപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇത് നമുക്കതിനകത്തൊരു ടെൻഡൻസി തോന്നുന്നു, വാങ്ങിക്കണമെന്ന് തോന്നുന്നത് അതിൻ്റെ ആ ഒരു മേക്കിംഗ്, കുറേ അമ്മമാരൊക്കെ ഇരുന്നിട്ട് ഇത് തല്ലിപ്പൊട്ടിക്കുന്നതിൻ്റെ അങ്ങനത്തെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് കൊള്ളാം, ഇത് വാങ്ങിക്കാൻ നമുക്കൊരു പെർസ്വേഡിങ് ഫാക്ടറാണ് അത് ഡെഫിനറ്റ്ലി. അപ്പോൾ അത് നിങ്ങളുടെ തന്നെ യൂണിറ്റ് ആയിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മുടെ തന്നെ യൂണിറ്റ് അല്ല അത്. ആക്ച്വലി നമുക്ക് ടൈപ്സ് ഉണ്ട്. നമുക്കിപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഡ്രം റോസ്റ്റ് ചെയ്യുന്ന കാഷ്യൂസ് മാത്രമേ എടുക്കാറുള്ളൂ. ആക്ച്വലി ഈ ഡ്രം റോസ്റ്റ് കാഷ്യൂ കൊല്ലത്ത് ഒരു പ്രോസസിംഗ് മെത്തേഡ് ഉണ്ട്, ട്രഡീഷണൽ പ്രോസസിംഗ് മെത്തേഡ്. അത് നമുക്ക് ഈ തോട്ടണ്ടി 2 വിധത്തിൽ നമുക്ക് പ്രോസസ് ചെയ്യാം. ഒന്ന് പുഴുങ്ങിയിട്ട് നമുക്ക് വെട്ടിയെടുക്കാം, ഒന്ന് വറുത്ത് നമുക്ക് തല്ലിയെടുക്കാം. എന്റെ ഫോൺ എടുത്താൽ കാണാം, ഞാൻ ഫസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന ചേട്ടനീ പറഞ്ഞത് വെച്ചിട്ട് വറുത്തതും പുഴുങ്ങിയതും തമ്മിലുള്ള വ്യത്യാസം ഞാനിത് ചോദിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം പുഴുങ്ങി വെട്ടിയതിന് ആ ഒരു ടേസ്റ്റേ കാണത്തുള്ളൂ, ടേസ്റ്റ് കുറവായിരിക്കും. നോർമലി പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തെടുക്കല്ലേ, നമ്മള് കഴിക്കുമ്പോൾ ക്രിസ്പിനെസ് കാണത്തില്ല, കാണില്ല, മൊത്തം കറയും പുറത്തു പോകുന്നില്ല. വറക്കുമ്പോഴാണ് ആക്ച്വലി ഈ തോട്ടണിയുടെ കറ മൊത്തം പുറത്തു പോയി അതൊരു പ്യുവർ ഫോമായിട്ട് മാറുന്നത്. അതിന് ആ ഒരു കാഷ്യൂന് കിട്ടുന്ന ടേസ്റ്റ്, ഉദ്ദേശിക്കുന്ന ആ ഫ്രൂട്ട് കശുവണ്ടി പഴം, അതിനല്ലേ ബോളായിട്ടുള്ള തോടോട് കൂടിയുള്ള
അണ്ടി. ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ 2 പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്ന് പുഴുങ്ങി, ഒന്ന് വറുത്തു. പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു, വറുത്തിട്ട് തല്ലി എടുക്കുന്നു. ഓക്കെ. ഇതിന് മെഷീൻസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഇവരിത് ചെയ്ത് തീർക്കും എന്നൊക്കെ പറയുന്ന ഒരു വിഷ്വൽ വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ലൈക്ക് ഇപ്പോൾ 3:30 ആയി, 4:30ക്ക് നമ്മൾ ക്ലോസ് ചെയ്യും, ഇത് മുഴുവൻ ഇത്രയും സമയത്തിനുള്ളിൽ ചെയ്യും എന്ന് പറയുമ്പോൾ അയ്യോ ഇതിന് മെഷീനിൽ ഒന്നും അല്ലേ ചെയ്യുന്നത്, ഇതെങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നത് നമ്മൾ തിങ്ക് ചെയ്യുമല്ലോ. അത് മെഷീൻസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോഴും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിന്റെ എൻ്റെ പ്രൊസീജിയർ ശരിക്കും എങ്ങനെയാണ്? ലൈക്ക് ഫ്രൂട്ട് പറിച്ച് ഉണക്കി എങ്ങനെയാണ് ശരിക്കും അത് ചെയ്യുക? ആക്ച്വലി ഇത് നമുക്ക് തോട്ടണ്ടിയായിട്ടാണ് വരുന്നത്. തോട്ടണ്ടിയായിട്ട് വന്നതിന് ശേഷം നമ്മൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉണക്കില്ലെന്നുണ്ടെങ്കിൽ അത് ഉണക്കും. ഉണങ്ങാത്ത നമുക്ക് വറുക്കാൻ പറ്റത്തില്ല. അതൊന്ന് ഉണക്കിയതിന് ശേഷം നമ്മൾ വലിയ ഡ്രമ്മുണ്ട്, ഇരുമ്പിന്റെ വലിയ ഡ്രമ്മുണ്ട്, മുട്ട ഡ്രമ്മാണ്. ആ ഡ്രമ്മിനകത്തോട്ട് നമ്മൾ കാഷ്യൂ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനൊരു മേസ്തിരി ഉണ്ട്. ആ മേസ്തിരിക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇത് എത്ര സമയം കറക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് റോസ്റ്റ് ആവും എന്നുള്ളൊരു കാൽക്കുലേഷൻ മാൻ ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊന്നും മിഷൻ ബേസ്ഡ് അല്ല. അദ്ദേഹം ഇതിങ്ങനെ കറക്കുന്നു, കാഷ്യൂ ഇങ്ങനെ വന്ന് വീണോണ്ടിരിക്കുന്നു, അതിന് വേവ് എത്ര കാര്യങ്ങളെല്ലാം ആ ഒരു കാൽക്കുലേഷൻ. അതാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. കൊല്ലത്ത് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം തോട്ടണ്ടി വറുത്ത് വരുന്നതിന് ശേഷം നമ്മൾ അത് ഒന്നുകിൽ തല്ലിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് കട്ടിങ് മെഷീൻ ഉണ്ട്. ആ മെഷീൻ വഴി കട്ട് ചെയ്തോ ഒന്നുകിൽ തല്ലിയോ നമ്മൾ പരിപ്പായിട്ട് പുറത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോർമ പരിപ്പ് കിട്ടും. ബോർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിയോട് കൂടിയുള്ള കാഷ്യൂ. ആ കാഷ്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ അതിന് ശേഷമാണ് തൊലി മാറ്റി പിന്നെ നമ്മൾ 3 ബേസ് ആയിട്ട് തിരിക്കുന്നത്. 320, 240, 180. അതായത് 320 എന്ന് പറഞ്ഞാൽ ചെറിയ പരിപ്പ്, ഏറ്റവും ചെറിയ പരിപ്പ്. 240 എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ റേഞ്ച് പരിപ്പ്. 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരിപ്പ്, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ പരിപ്പ്. പിന്നെ 150 എന്ന് പറഞ്ഞ പരിപ്പുണ്ട്, അത് വളരെ റെയർ ആയിട്ട്. ഈ 3 വേരിയന്റുമാണ് നമുക്ക് കൂടുതലായിട്ട് മൂവ് ആവുന്നത്. ഇത് വലിയൊരു പ്രൊസീജിയർ ആട്ടോ. ഇത് നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് അവരിങ്ങനെ പല പല രീതിയിൽ പറയുമല്ലോ, ഇത് ഫസ്റ്റ് ക്വാളിറ്റി, ഇത് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ റേറ്റ് കുറഞ്ഞതിനെയും കൂടിയതിൻ്റെയും ഒക്കെ വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഈ ക്വാളിറ്റി നമുക്ക് എങ്ങനെയാണ് ശരിക്കും അനലൈസ് ചെയ്യാൻ പറ്റുക? ഇപ്പം ഫോർ എക്സാമ്പിൾ റോഡ് സൈഡിൽ വരെ ചെറിയ പെട്ടിവണ്ടികളിൽ വരെ ഇപ്പം ഈ കാഷ്യൂ ഇന്ന് ഫസ്റ്റ് ക്വാളിറ്റി ആണ് എന്നാൽ 50 ഗ്രാമിന് 50 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് വരെ വിൽക്കുന്ന കാര്യങ്ങൾ കാണാറുണ്ട്. അതിനകത്ത് എന്താണ് ശരിക്കും ഉള്ളതെന്ന് അറിയാതെ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്വാളിറ്റി അറിയാൻ പറ്റുക? ഫസ്റ്റ് ഡേ നസീർക്കായ കാണാൻ പോയപ്പോൾ നസീർക്കായ എൻ്റെ അടുത്ത് ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, കാഷ്യൂനട്ടിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കഴിക്കുമ്പോൾ കഴിച്ച് കഴിയുമ്പോൾ പാൽ എങ്ങനെയാണോ നമ്മൾ കുടിച്ചിറക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പാലിന്റെ ടേസ്റ്റ് നമുക്ക് വരും, ചവച്ച് കഴിയുമ്പോൾ പാലിന്റെ ടേസ്റ്റ് നാക്കിൽ തരുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എന്നാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. പുള്ളി അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ ക്രിസ്പിനെസ് നമുക്കിപ്പോ കഴിക്കാം, ഇപ്പൊ ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും ഏതാണ് നല്ല ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഇല്ലാത്തതെന്ന് അറിയാൻ പറ്റും. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടും നമുക്ക്, ഇനീഷ്യലി തന്നെ അത് കിട്ടും. അപ്പം ചിലപ്പം ക്രിസ്പിനെസ് ഇല്ലാത്തത് ബോർമ ചൂടാക്കാത്തത് ആ ഒരു സർട്ടൺ ടെമ്പറേച്ചറിൽ എത്താത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചൂട് ആക്കിയതിന് ശേഷം തണുത്തത് ആ ഒരു ടെമ്പറേച്ചറിലോട്ട് ഇറങ്ങാത്തത് കൊണ്ടായിരിക്കാം. അതിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോ ഇപ്പൊ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് മിൽക്ക് ഫോം ആയിരിക്കും. നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാഷ്യൂ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ കടിയിൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടും. രണ്ടാമത്തെ കടി മൂന്നാമത്തെ കടി നമ്മൾ ചവച്ച് വരുമ്പോഴത്തേക്ക് മിൽക്ക് നമ്മളെ വായിലൊരു പാലിന്റെ കട്ടി ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ലെവലിലോട്ട് അതിന്റെ ടേസ്റ്റ് പോകും. ലെയർ ആയിട്ട് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. കൂടുതൽ അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ. നമ്മുടെ ആൽഫയുടെ ഇപ്പം കാഷ്യൂസ് അല്ലാതെ മെയിൻ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ഞങ്ങൾ കാഷ്യൂ അല്ലാതെ 2 മിക്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ റോസ്റ്റഡ് കാഷ്യൂ. റോസ്റ്റഡിനകത്ത് നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റഡ് ഒന്നും എണ്ണ ചേർത്ത് ചെയ്യുന്ന റോസ്റ്റഡ് അല്ല, ഓയിൽ ഇല്ലാതുള്ള ഡ്രൈ റോസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്ത് റോസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ഹെൽത്തി ആയിരിക്കും, 100% ഹെൽത്തി ആയിരിക്കും. ഫ്ലേവേഴ്സ് ചേർക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആണ് ചേർക്കുന്നത്. ഇപ്പൊ കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ചില്ലി പൗഡർ ആയിരിക്കും നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളവർക്കെല്ലാം
നമുക്ക് 100% ഗ്യാരണ്ടിയോടെ വാങ്ങിക്കാം. റോസ്റ്റഡ് കഴിക്കുമ്പോൾ അയ്യോ ഇത് എണ്ണയാണല്ലോ ഓയിലി കഴിക്കുന്നുള്ളൊരു ഫീലിങ്സ് ഒന്നും വേണ്ട. ഓക്കെ, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടല്ലേ? അതെ, ഞങ്ങളിപ്പോ 777 മിക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സീഡ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലൈക് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആണ് അത്. അതിനകത്ത് 7 ഐറ്റം സീഡ്സ് വരുന്നുണ്ട്. അപ്പം 7 ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നു, പിന്നെ 1-2 സീഡ്സും കൂടെ വരുന്നുണ്ട്. അങ്ങനെ 7 ഐറ്റം മൊത്തത്തിൽ. അതുകൊണ്ട് 777 എന്ന് പറഞ്ഞ ഒരു പേര് നമ്മൾ ഇട്ടായിരുന്നു. എന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മിക്സ് പോലെ നമ്മൾ ഇറക്കിയായിരുന്നു. അതിന് കിട്ടിയ സ്വീകാര്യത ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഇപ്പോഴും നമ്മളെ ബെസ്റ്റ് സെല്ലറിൽ പോകുന്ന സാധനം 777 മിക്സ്. അതിൽ ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണല്ലേ? രാവിലെ ഇപ്പം ഒരാളുടെ അതിന് ഇപ്പൊ ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത് കൂടാണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതായത് ഇപ്പം ഞാൻ IT വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പൊ പോകുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു ഹാൻഡ്ഫുൾ ഓഫ് സീഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് കുറച്ച് പാല് ഒഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഷേക്ക് അടിച്ചിട്ട് കുടിച്ചിട്ട് പോകാൻ പറ്റും. നമ്മൾ രാവിലെ തന്നെ ഒരു ന്യൂട്രീഷൻ സപ്ലിമെന്റ് അല്ലെങ്കിൽ അത് ഫിക്സ് ആയി കഴിഞ്ഞു, അത് ഓക്കെ ആയി കഴിഞ്ഞു. അതിനുവേണ്ടി നമ്മൾ 999 മിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാം. കാര്യം ബിക്കോസ് എല്ലാവരും ഇപ്പം 9 to 5 ജോബ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സ്കിപ്പിംഗ് ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് ഡെയിലി കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ആ പ്രോഡക്റ്റ് ഇറക്കിയത്. അപ്പോൾ അവരുടെ ഇപ്പൊ വൈറ്റമിൻ ഡി, ലൈക്ക് ഹാർട്ട് ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി, അതെല്ലാം നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അതൊരു മീലായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 1 kg ആണോ വരുന്നത്? അതെ, 1 kg ആണ് അത് വരുന്നത്. ഓക്കെ, അത് കൊള്ളാം, ഭയങ്കര നല്ല ഐഡിയ ആണ്. ഇതിന്റെ പേരെന്താ ഇങ്ങനെ 777 777 നമ്മൾ പേരിട്ടത് ഞങ്ങള് ഭയങ്കര ഫുട്ബോൾ ഫാൻസ് ആണ്. അപ്പൊ റൊണാൾഡോയുടെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലെയാണ് ഞങ്ങൾ 777 പേരിട്ടത്. കൊള്ളാം, നിങ്ങളുടെ ബിസിനസ്സിലൂടെ നിങ്ങൾ ട്രിബ്യൂട്ട് കൊടുക്കും. ഞങ്ങള് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സെക്കൻഡിൽ തോന്നിയത് ആണ്. അപ്പൊ അത് തന്നെ ഞങ്ങൾ കൊടുത്തു. ഞങ്ങള് പുള്ളിയാണ് ക്രിസ്ത്യാനോയുടെ ആരാധകൻ, റൊണാൾഡോയുടെ ആരാധകൻ. മെസ്സിയെ കാണാൻ കഴിഞ്ഞ വേൾഡ് കപ്പിനൊക്കെ ഖത്തറിൽ വരെ പോയത്. പക്ഷെ മെസ്സിയെ കാണാൻ പറ്റിയില്ല. ബാക്കി ഞാനൊരു 7 കളിയുണ്ട്. പക്ഷെ മെസ്സിയുടെ കളി മാത്രം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല കാണാൻ. അയ്യോ, അവിടെ വരെ പോയിട്ട് കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര വിഷമായി. എപ്പോഴെങ്കിലും ടൈം ഉണ്ടല്ലോ കാണാം. അപ്പൊ നമുക്ക് അതിന്റെ ബേസിസിലാണ് ഈ ഒരു പേരിട്ടിരിക്കുന്നത് 777. അങ്ങനെ ഇട്ടേക്കുന്നത്. അതും ലക്കായി നിങ്ങൾക്ക്, അതും നല്ലപോലെ സെയിലായില്ലോ. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ലൈക്ക് ഏതൊക്കെ സീഡ്സ് ഉണ്ട്, എങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ പേരൻസിന് വരെ അറിയാം. നേരത്തെ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിക്കോട്ടെ, അവർക്ക് ഇപ്പോൾ ചിയ സീഡ്, പംകിൻ സീഡ്, ഇതൊക്കെ യൂസ്ഫുൾ ആണ് നമുക്ക്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാലത്ത് അത് നമുക്ക് ഇങ്ങനെ ഒരു മിക്സ് ആയിട്ട് കിട്ടുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ഇങ്ങനത്തെ ഐഡിയാസ്, നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്, അതൊക്കെ ആരുടെയാ? നമ്മള് ചേർന്നെടുക്കുന്ന ഡിസിഷൻസ് തന്നെ ഏതൊക്കെ പ്രോഡക്ട്സ് വേണം എന്നുള്ളത്. അപ്പോ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കും. നമുക്ക് ഏതൊക്കെ സപ്ലിമെന്റ്സ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ ഒരു മീൽ കംപ്ലീറ്റ് ആവാൻ നോക്കും. അത് നിങ്ങൾ നോക്കുന്നുണ്ടല്ലേ? സൺഫ്ലവർ സീഡ് നോക്കാറുണ്ട്, നമ്മളിപ്പോ ഈ പറഞ്ഞ പംകിൻ സീഡ് നോക്കാറുണ്ട്, പിന്നെ ഈ സെസൈം സീഡ് നോക്കാറുണ്ട്. പിന്നെ ഇത് സീഡ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അതിന്റെ കൂടെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യും. കാഷ്യൂനട്ട്സ്, ബദാം, നമ്മുടെ ആപ്രിക്കോട്ട്, അതുപോലെ കിവി, ഒരുപാട് സാധനങ്ങൾ, പീനട്സ് ഒക്കെ പ്രോട്ടീനൊക്കെ വേണ്ടി ആഡ് ചെയ്യാറുണ്ട്. പിന്നെ പിസ്ത ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഒട്ടുമിക്ക എല്ലാം നമ്മൾ ഡ്രൈ ഫ്രൂട്ട് മിക്സിൽ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് മിക്സ് തന്നെ 4 വെറൈറ്റി ഉണ്ട്. അതിലും 4 വെറൈറ്റി ഉണ്ട്. പ്രീമിയം മിക്സ് ഉണ്ട്. പിന്നെ നമുക്കൊരു ഫാൻഡ മിക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരെണ്ണം തുടങ്ങിയിട്ട് അത് ഞങ്ങള് മമ്മൂട്ടിക്ക് ട്രിബ്യൂട്ട് ആയിട്ട് തുടങ്ങിയതാണ്. ഇവിടെ ഫുൾ ട്രിബ്യൂട്ട് ആണല്ലോ. അത് ഞങ്ങൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഫാൻഡ മിക്സ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് 1369 ആണ്. അതായത് മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പർ 369 വീഡിയോയിൽ അത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് 999 മിക്സ് ഇറങ്ങിയത്, 777 മിക്സ് ഇറങ്ങിയത്. 999 ഈ രാവിലെ 9 മണിക്ക് കഴിക്കാൻ വേണ്ടിട്ട് 999 9 മണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന തോട്ടിലാണ് ചെയ്തത്. ഓക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഏതാണ്? ഫാസ്റ്റ് സെല്ലിംഗ് ഏതിലാണ്? 777 ആണ്. അതിന്റെ റേറ്റ് 777 തന്നെ, റേറ്റ് പേര് തന്നെയാണ് അതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, സാധാരണ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആൾക്കാർ മടിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ഒരു മീലായിട്ട് വാങ്ങാനും ഒക്കെ. അപ്പൊ ഈ ഒരു ഇത്രയും റേഞ്ചിൽ കിട്ടാന്ന് പറയുന്നത് ഡെലിവറി ആണോ? ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, അത് കൊള്ളാം. ഞാനുണ്ടല്ലോ, ടു ബി ഹോണസ്റ്റ് ഇപ്പൊ പറയാട്ടോ, നമ്മുടെ ഇവിടുത്തെ ഓഫീസിലെ ചേട്ടൻ ഇന്ന് എന്നോട് പറയുന്നത് രാവിലെ കഴിച്ചത്, അവർ ഡയറ്റിലാണ്, അപ്പൊ കഴിച്ചത് പ്രോട്ടീൻ സാൻഡ്വിച്ച് ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്തുണ്ടായിരുന്നു, അപ്പോൾ ഒരു എഗ്ഗിന്റെ ഒരു സ്ലൈസ്, 2-3 ചിക്കൻ, കുക്കുംബർ, അങ്ങനെ 3-4 സാധനം, 2 ബ്രെഡ്, എത്ര 280. അപ്പൊ ഇവിടെ 770 രൂപയ്ക്ക് ഇത്രയും ദിവസത്തേക്ക് കഴിക്കാനുള്ള സാധനം നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കര ഹെൽത്തി ഓപ്ഷൻ ആണ്.
ഇപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനാണ് ഏറ്റവും എക്സ്പെൻസ് ആവുന്നത്. അപ്പോൾ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബിസിനസ്സിൻ്റെ ബാക്കി വേറെയും കുറേ തലങ്ങളുണ്ടല്ലോ, അതിലേക്ക് കിടക്കാം. എസ്പെഷ്യലി ഈ പറയുന്ന കൊല്ലത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ഇനിഷ്യലി ചലഞ്ച് ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിത് കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് ഇനിഷ്യലി നമ്മൾ ചലഞ്ച് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പം എങ്ങനെ ഇപ്പം ഞങ്ങൾ ആദ്യമേ ഓപ്റ്റ് ചെയ്തത് ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞൊരു മേഖലയാണ്. ഷിപ്പ് റോക്കറ്റിനകത്ത് നമുക്ക് എല്ലാം ഇന്ത്യ പോസ്റ്റും DTDCയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊന്നും ചില സമയത്തൊക്കെ ഇഷ്യൂസ് വരാറുണ്ട്, കസ്റ്റമറിനെ കിട്ടാറില്ല. ഇപ്പൊ 2 to 3 days ഡെലിവറി അല്ലെങ്കിൽ 3 to 4 days ഡെലിവറി പറയുകയാണെങ്കിൽ പോലും അത് കസ്റ്റമറിനെ കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് മാത്രമല്ല, നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാൻ വേണം, നമുക്ക് അതിനകത്ത് ഈ ഒരു ഇതിന്റെ റേറ്റ് നമുക്ക് മാനേജ് ചെയ്യണം. അങ്ങനെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞങ്ങള് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ചൂസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ സ്റ്റിൽ ഇപ്പോഴും വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. കൊല്ലത്തൊക്കെ ഇരിക്കുന്ന നമുക്ക് വളരെ വേണ്ടപ്പെട്ട സാറന്മാരൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾസോ ഇപ്പൊ DTDC ആണ് നമ്മുടെ മെയിൻ കൊറിയർ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു സെപ്പറേറ്റ് നമുക്ക് ഇത്രയും ചെയ്യുന്ന ഒരു പുതിയ താരിഫ് ഒക്കെ തന്നിട്ട് നമ്മൾ അതിനകത്തൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇനീഷ്യലി ഒരു സ്ട്രഗ്ലിംഗ് പാർട്ട് വന്നത്. നല്ല സോഴ്സ് ഓഫ് ക്വാളിറ്റി ക്യാഷ് കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ക്വാളിറ്റി. ഒരിക്കലും ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം ഓർഡർ വിടാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങള് കസ്റ്റമറിനെ അത് അറിയിക്കുക എന്നുള്ളേ ഉള്ളൂ. ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല എന്ന് അറിയിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളൊരു ലോ ക്വാളിറ്റി സാധനം കയറ്റി വിടുക എന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങളെ ചെയ്യത്തില്ല, എന്തായാലും കമ്പനിയിൽ ഇല്ല. ആ ഒരു സംഭവം അങ്ങനെ അതിനോട് താല്പര്യമില്ല. 50 വട്ടത്തിൽ കൂടുതൽ റീഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ ഉണ്ട്. 50 വട്ടം വീണ്ടും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും. 50 വട്ടം റീഓർഡർ ചെയ്ത് മേടിച്ച കസ്റ്റമേഴ്സ്. ഓക്കെ, അയ്യോ അത് ഭയങ്കര സംഭവം കേട്ടോ. ലൈക്ക് ഒരു 4-5 മാക്സിമം ഒരു 10-20 ടൈംസ് ഒക്കെ കഴിയുമ്പോൾ ഇനി വേറെ ഒരാളെ ട്രൈ ചെയ്യാം ഒഫീഷ്യലി, അങ്ങനത്തെ ഒരു സാധനം വരുമല്ലോ. അതല്ലാതെ വിടത്തില്ലടാ, ഇവിടെ ഒരു വട്ടം വാങ്ങിയ ലോക്കാണ്. ഞങ്ങൾക്ക് അറിയില്ല ആരാണ് വീണ്ടും ഓർഡർ ചെയ്യുന്നത്. നമ്മളിപ്പം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്, ഞങ്ങൾ തന്നെയാണ് അഡ്രസ് അയക്കുന്ന സമയത്ത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ആണെങ്കിൽ പേരൊന്ന് വായിക്കും. കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പേര് വായിക്കും. ആ സെയിം പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് അറിയാം. അപ്പൊ ഇത് എന്റെ ബുക്കിംഗ് കഴിഞ്ഞ് പുള്ളിയുടെ അടുത്തോട്ടാണ് ബാക്കിന് പോകുന്നത്. അപ്പൊ പുള്ളി അത് കാണാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും നോട്ട് ചെയ്തു. അതെ, നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പോ, ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാറില്ല അതൊന്നും, പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പോ പുള്ളി 50 ഓർഡർ ക്രോസ് ചെയ്തു പോയി. 50 കഴിഞ്ഞു. ഓക്കെ, അതെന്താ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള ക്യാഷ്? എല്ലാം മേടിക്കും. വൈറ്റ് ക്യാഷ് മേടിക്കും. പല പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് പേഷ്യൻസിന് കൂടുതൽ ഈ ക്യാഷ് നട്ട്സ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് ക്യാഷ് നട്ട്സ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഷുഗർ ഉള്ളവർക്ക് ഇത് ഷുഗർ അവർ വേറെ ഒന്നും കഴിക്കാണ്ട് ക്യാഷ് നട്ട്സ് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് നമ്മളെന്ന് മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട് അങ്ങനെ മേടിക്കുന്നവർ. ഈ ക്യാഷ്യൂ പിന്നെ ഈ കുറെ പേര് പറയും കൊളസ്ട്രോള് കൂടും എന്നൊക്കെ ഉള്ളത്. അപ്പൊ ശരിക്കും ഇത് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ ആണല്ലേ? ഓക്കെ, നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് കാഷ്യൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട്? നമുക്കിപ്പോ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ടുള്ളവർ എപ്പോഴും പറയാണ് കാഷ്യൂ നട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും, കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ. പക്ഷെ കൊളസ്ട്രോൾ കൂടും, അത് പറയുന്നവർ കറക്റ്റ് ആണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഗുഡ് കൊളസ്ട്രോൾ ആണ് കൂടുന്നത്, ബാഡ് കൊളസ്ട്രോൾ അല്ല കൂടുന്നത്. ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു ആവശ്യമുള്ള സാധനം തന്നെയാണ് കൂടുന്നത്. പിന്നെ നമ്മൾ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും വർക്കായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടെൻഷൻ ഉള്ള ഒരു സമയത്ത് നല്ലൊരു കാപ്പിയൊക്കെ ഇട്ട് ഒരു നല്ല 10 ക്യാഷ്യൂ നമ്മളെ കയ്യിരുന്ന് അതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കാപ്പിയും കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ആവുന്ന നമ്മൾ തന്നെ അറിയത്തില്ല, സെറ്റ് ആവും. ഓക്കെ, അപ്പൊ കാഷ്യൂവിന്റെ മലയാളം വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം വരുന്ന കുറെ കമന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പം എന്താ തോന്നാറ്? ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ കാണണം. ഡിലീറ്റ് ചെയ്യാറുണ്ടോ? ഡിലീറ്റ് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ചില നമുക്ക് ഫാമിലി ഓഡിയൻസ് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു വൾഗർ കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരുമല്ലേ? ഞാൻ അത്രയും ലെവലൊന്നും കണ്ടില്ല കേട്ടോ. നമുക്ക് ഇത്രയും റീച്ച് വരുന്നത് കൊണ്ട് അത്രയും കമന്റ്സും വരുന്നുണ്ട്. ഞാൻ മൊത്തം കാണുന്ന മെൻഷനാ കയറുന്ന കുറെ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമന്റ് സെക്ഷനിൽ ഞാൻ കയറാറുണ്ടെന്ന്. അപ്പൊ അത് വായിക്കാൻ കയറുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഫണ്ണി ആയിട്ടുള്ളതൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല. അല്ലാതെ വരുന്നതൊക്കെ നമ്മൾ വിചാരിക്കുന്ന കണ്ടന്റേ അല്ലെന്ന് അതിനകത്തൊക്കെ ഇത് വരുന്നതെന്നുള്ളത്. അതിന്റെ സെക്കൻഡ് തിങ് ഞാൻ നോട്ട് ചെയ്തെന്ന് പറയുന്നത്,
ഇപ്പം ഈ നട്ട്സൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണല്ലോ പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ചേട്ടനതിങ്ങനെ വാരിയൊക്കെ എടുത്തിട്ട് കേൾക്കുമ്പോഴത്തേക്ക് എടാ അതിന് 2 എണ്ണം താടാന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കാണാം. അപ്പോഴിപ്പോൾ പറഞ്ഞ ചായയുടെ ഒരു 10 കാഷ്യൂം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. ഇപ്പോൾ കമൻറ്റ് വരും റിച്ച് ലൈഫ് കൊണ്ടാണത്. പക്ഷേ ഇവർ സെല്ല് ചെയ്യുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ്, നമ്മൾ എന്തൊക്കെ കാര്യത്തിന് പൈസ ചിലവാക്കുന്നു, അപ്പോൾ അതിന് നമുക്ക് ഉറപ്പായിട്ട് ഇതിന് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. നിങ്ങൾ എത്ര ദിവസത്തിലാണ് ഇത് ഡെലിവറി ഡേയ്സ് പറയുന്നത് ഇവർക്ക്? നമ്മൾ 3 to 4 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. കാര്യം ഈ പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ഇന്ത്യ ഈ DTDC ഒക്കെ ആണെങ്കിലും സൺഡേ ഓഫ് ആണ്. അപ്പം നമ്മളൊരു 3 to 4 വർക്കിംഗ് ഡേയ്സ് അതാണ് നമ്മൾ പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പോസ്റ്റ് ഓഫീസിലൊക്കെ ആണെങ്കിൽ ഒരു ഇന്നിപ്പോൾ അയച്ചു കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളൊക്കെ ഡെലിവർ ആവും. കേരളത്തിനകത്താണെങ്കിൽ ചിലപ്പോൾ ഇന്ന് വിട്ട സാധനം നാളെ കിട്ടി വിളിക്കും. നമ്മളായിരിക്കും കിട്ടാത്തതുകൊണ്ട് കംപ്ലൈന്റ് പറയാൻ വിളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ആ സാധനം കിട്ടി അടിപൊളിയായിരുന്നു കേട്ടോ വെക്കുന്ന ഞാൻ 2 ദിവസം കൊണ്ട് ചില ഇന്ന് അയക്കാൻ നാളെ കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും. പോസ്റ്റ് ഓഫീസിൽ അങ്ങനെയാണ്. DTDCയിലും കിട്ടുന്നുണ്ട്. ഇന്ന് അയച്ചാൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ഇപ്പോൾ ഇത് കാണുന്നവർക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ആണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് മെസ്സേജ്, എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഞാനൊരു പ്രൊഡക്റ്റ് പറഞ്ഞുതരാം. ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ചില്ലി ഗാർലിക് എന്ന് പറയുന്ന കാഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു റോസ്റ്റഡ് വേരിയന്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ സോൾട്ട്, പെപ്പർ, ഇത് 3 വേണം ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ഒരുപാട് പേര് ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും അവർ ഓർഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ റോസ്റ്റഡ് തന്നെ നമ്മളൊരു 7 വെറൈറ്റി ഉണ്ട്. ചില്ലി ഗാർലിക്, സോൾട്ട്, പെപ്പർ, ടൊമാറ്റോ, ബാർബിക്യൂ, ചീസ്, കോട്ടഡ് ഹണി, ഇതൊക്കെ ഇത്രയും വേരിയന്റ് ഉണ്ട്. അപ്പം ഓരോ ടേസ്റ്റ് ബഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, ഓരോ ടേസ്റ്റ് ബഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്യുവർലി ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കാഷ്യൂസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിച്ച് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ലേസും പപ്പടമൊന്നും അല്ല കൊല്ലത്തിന്റെ ഇത്. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള അതൊരു മെയിൻ സാധനം കേട്ടോ. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചിന്തിക്കായിരുന്നു. അതെ, നമ്മള് ലേസിന്റെയും പപ്പടത്തിന്റെയും കാര്യത്തിലൊന്നും ശരിക്കും നിങ്ങൾ വഴക്കുണ്ടാക്കുമോ? 2 കൂട്ടുകാരുണ്ടല്ലോ, ചോദിക്കട്ടെ, നിങ്ങൾ എന്തിന്റെ കാര്യത്തിലാണ് വഴക്കുണ്ടാക്കാറെന്ന്? ബിസിനസ് അല്ലാതെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്? അതിനടിയാവും. ഫുട്ബോളില് ഞങ്ങൾ അവിടെ കളിച്ചു തുടങ്ങിയാൽ പിന്നെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ അടിയും വഴക്കുമായിരിക്കും. വേദനിച്ച ആരായി നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മൾ സംസാരിക്കും. ശരിക്കും നിങ്ങൾ കൊല്ലംകാർക്കുള്ള ഈ ഒരു ചീത്തപ്പേര് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. ഞങ്ങളത് മാറ്റിയെടുക്കുന്ന ഒരു മിഷനിലും കൂടെ ആണ് അല്ലേ? ഞങ്ങൾ നല്ല മക്കളെ കൊല്ലം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കാഷ്യൂ ഉള്ള നല്ല ക്വാളിറ്റി മീൻ കിട്ടുന്ന നാഷണൽ ലെവൽ നല്ല എല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്ന ഒരു സംഭവം കൂടെ ആണ് കൊല്ലം. അതറിയണമെങ്കിൽ ഓർഡർ കൊടുക്കടാ. അതെ, ഓർഡർ. ഓക്കെ ചേട്ടാ, ഏത് പ്ലാറ്റ്ഫോം ത്രൂ നമുക്ക് ഓർഡർ ചെയ്യേണ്ടതെന്ന് കൂടെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ? നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, alphacoilon.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്തൂടെ കയറി എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് അതിനകത്ത് ഓർഡർ ചെയ്യാം. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാൻ പറ്റും. വാട്സാപ്പിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു 3-4 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ വാട്സാപ്പിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് സംസാരിച്ച് എന്താണ് ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ 7902227787 നമ്പറും 777 ഉണ്ട്. 777 ഉണ്ട്. ഓ ശരിയാണ്. ഷോപ്പ് എവിടെയാ കറക്റ്റ് ലൊക്കേഷൻ? കൊല്ലത്ത് മേവർത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ പാക്കിംഗ് സെന്ററും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്കും അവിടെ പോയി വാങ്ങിക്കാം. അതെ, നമ്മുടെ ഈ ഒരു മിക്സിന്റെ കോമ്പോസ് ഒന്നും അല്ലാതെ തന്നെ കാഷ്യൂല് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് അല്ലേ പിന്നെ ഓർഡർ ചെയ്യുന്ന ഏതായിട്ടാ? ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ പേര് പറയത്തുള്ളൂ, ഞങ്ങളുടെ ചില്ലി ഗാർലിക്. അതെ, നമുക്ക് ഓർഡർ ചെയ്യുന്നവർ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഓർഡർ ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര ഒരു സിഗ്നേച്ചർ സാധനമാണ് ഞങ്ങളുടെ. ഇതാണ് ഈ പ്രൗഡ്ലി പ്രസൻസ് ചില്ലി ഗാർലിക്. തരൂ നോക്കട്ടെ. കൂടാണ്ട് നമുക്ക് ഇതിന്റെ കൂടെ 7 വെറൈറ്റി റോസ്റ്റഡ് കാഷ്യൂസ് ഉണ്ട്. ഭയങ്കര പ്രീമിയം പാക്കിംഗ് ഒക്കെ ആണല്ലോ കേട്ടോ. വാക്വം പാക്കിംഗ് ആണ് വരുന്നത്. നല്ല പാക്കിംഗ് ആണ്. ഈ വാക്വം പാക്കിംഗ് പൊട്ടിച്ചതിന് ശേഷം കാഷ്യൂ നട്ട്സ് ഇതിനകത്ത് തന്നെ ഇടാം. ഇത് സീലുള്ള പൗച്ചാ. ഓക്കെ, ഞാനത് നോക്കാം. ഇങ്ങനെ എടുത്താൽ മതിയോ? എന്റെ ടിയറിംഗ് ഭയങ്കര സൂപ്പർ ആയതുകൊണ്ട് അത് മേലോട്ട് പോയി. ഇനി അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനകത്ത് വാക്യൂം പാക്ഡ് ആയിരിക്കും. ഓ അടിപൊളി. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് കലറി എത്രയാണ്, ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ നട്ട്സിനൊക്കെ ശരിക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്? 6 months. 6 months വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യണം അല്ലേ? അത് കട്ട് ചെയ്യണം, അത് നമുക്ക് കൈ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ചേട്ടാ, കൊള്ളാട്ടോ.
കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് മെയിൻ കാര്യം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗാർലിക് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. കൂടാതെ നമുക്ക് കുറച്ചധികം പ്രോഡക്ട്സ് ഇവരുടെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതും നമ്മൾ സെയിം ഇതാണ്. ഇത് ചീസ് കോട്ടഡ് ആണ്. പിന്നെ ഇത്രയും ഫ്ലേവേഴ്സ് ഒക്കെ കാഷ്യൂനട്ടിൽ ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. പെപ്പറാണ്. പിന്നെ ഇത് സോൾട്ട് റോസ്റ്റഡ് ആണ്. സോൾട്ട് റോസ്റ്റഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിലൊന്നിലും നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല. ഇത് നമ്മളെ നോർമൽ ബോർമ കാഷ്യൂസ് ആണ്. നമ്മൾ തൊലിയുള്ള സ്കിന്നുള്ള കാഷ്യൂസ് ആണ്. പിന്നെ ഈ പറഞ്ഞ ശരിക്കും ഭയങ്കര, ഞാൻ ഇത് ഇവർ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നോണ്ട് പറയുന്നല്ല കേട്ടോ, എനിക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 777 മിക്സ്. ഇതിനകത്ത് പീനട്ട് വരുന്നുണ്ട്, ആപ്രിക്കോട്ട് വരുന്നുണ്ട്, ബദാം വരുന്നുണ്ട്, കാഷ്യൂ വരുന്നുണ്ട്, സൺഫ്ലവർ സീഡ് വരുന്നുണ്ട്, പംകിൻ സീഡ് വരുന്നുണ്ട്. മൊത്തം 7 ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. മൊത്തം 8 ഐറ്റംസ് വരുന്നുണ്ട്. ഇതിനകത്ത് വാൾനട്ട് ഒക്കെ ഉണ്ട് അല്ലേ അതില്? ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിക്സ് ആയിട്ട് സ്മൂത്തി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇത് ശരിക്കും ഞാൻ ഇത്ര നേരം ഇവർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ശരിക്കും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. കാര്യം ആ ഒരു പാക്കിങ്ങും ഇത് ഫ്രം നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫുൾ വാൾനട്ടും ബദാമും ഒക്കെ ആയിട്ട് ഇത് നമ്മൾ എല്ലാവർക്കും ഈസിലി വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല. സെപ്പറേറ്റ് വാങ്ങിക്കാനാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. ആ ഒരു സാധനമാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണിത്. കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. 1 2 3 4 5 6 8 പാക്കറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് എല്ലാം കൂടെ ഇത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് പാക്കിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബിക്കോസ് ഇതിനകത്ത് അതിൻ്റെ എന്താ യൂസ്ഫുൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. ബൂസ്റ്റ് എനർജി ലെവൽ, ഐഡിയൽ ഫോർ. അത് അതിൽ നിന്ന് എടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ എയർ കയറില്ല. ഈ പാക്കറ്റിന് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അത് ഇതിൽ തന്നെ വെച്ചിട്ട് ഈ സിപ്പ് ലോക്ക് പോലെ ഇതാക്കിയാൽ മതി. ഈ ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് മെൽറ്റ് ആവും വെളിയിരുന്ന് കഴിഞ്ഞാൽ. ഓ, ഓക്കെ. വെളിയിരുന്ന് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആവും. എപ്പോഴും ഉപയോഗത്തിന് ശേഷം ഒരു ടൈറ്റ് കണ്ടെയ്നർ ഇട്ട് ഈ എയർ ഫ്രൈ ചെയ്ത സാധനങ്ങളുടെ ആ ഒരു ടെക്സ്ചർ അതുപോലെ കറക്റ്റ് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും അതുപോലെ തന്നെ ഈ ഒരു ജേണി നിങ്ങൾ പറയുന്നത് ചെറിയൊരു കാര്യമല്ലെന്ന് മനസ്സിലാവും. നമ്മൾ ഒരു 20-30 മിനിറ്റ്സിൽ പറഞ്ഞു പോകുന്നത് ഒരുപാട് നാളത്തെ സ്ട്രഗിളും 6 മാസത്തെ കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കുറേ നാളത്തെ കഷ്ടപ്പാടും സ്വപ്നം കാണലും എല്ലാത്തിൻ്റെ ഒടുവിലാണ് ഇപ്പം ഇങ്ങനത്തെ റിസൾട്ട് കിട്ടി നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്തത് തന്നെ ശരിക്കും അപ്രിസിയേഷൻ വേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവട്ടെ. എന്താ നിങ്ങളുടെ മെയിൻ ഗോൾ എന്താ ഇനി മുന്നോട്ട് ഫ്യൂച്ചറിൽ? നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസി നമുക്ക് ജോലി കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഈ ജോലി ഈ ഒരുപാട് പേര് നമ്മളെ ചുറ്റിന് താമസിക്കുന്നവർക്കൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവർക്കൊക്കെ ജോലി പ്രൊവൈഡ് ചെയ്യണം. അതൊരു കിട്ടുന്നൊരു പ്രൗഡ് ഫീൽ ഉണ്ട്. നമ്മള് ഒരാൾക്കൊരു തൊഴിൽ നമ്മളെ കാരണം ഒരാൾ നമ്മൾ ജീവിക്കുന്നു കാണുമ്പോഴത്തേക്ക് നമുക്കൊരു കിട്ടുന്നൊരു പ്രൗഡുണ്ട്. അത് എന്ത് സാധനത്തിന് നമുക്ക് തരാൻ പറ്റത്തില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പുണ്യവും സന്തോഷവും ഒക്കെ വേറെ തന്നെയാണ് ഉറപ്പായിട്ടും. ഞങ്ങളുടെ ബിസിനസ്സിലൂടെ ആ ഒരു സക്സസ് റേറ്റിൽ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കണമെന്നുണ്ട്. അതെ, ഓൾസോ നമുക്ക് ഇതിന് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടോ? വേറെ വരുന്നുണ്ട്. കൊല്ലത്തിന്റെ ആ ഒരു ഫേസ് തന്നെ നമുക്ക് മാറ്റണം, ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിപ്പോൾ വേഗം നിർത്തിയിട്ട് അത് കഴിച്ചാൽ കൊള്ളാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് നടക്കും. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഇൻ്റർവ്യൂ എടുക്കാം. അന്ന് അതുപോലെ കൊണ്ടുവരണം. ഇനി എന്തായാലും ഇതിപ്പോൾ കഴിക്കുമ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇനി ഓർഡേഴ്സ് വന്നോളും. നീ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെടുമ്പോൾ നമുക്കിത് വീണ്ടും വേണമെന്ന് തോന്നുമല്ലോ. അപ്പോൾ എന്തായാലും അത് വരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു. ഇവിടെ 2 ചേട്ടന്മാർ ഇരിപ്പുണ്ട് ഫുൾ സപ്പോർട്ടായിട്ട്. അവർക്കും താങ്ക് യു.